നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ നെറ്റ്വർക്ക് മോഡലിങ്ങിനെ പറ്റിയാണ് പഠിച്ചത്. അതിൽ TCP/IP അതുപോലെ തന്നെ OSI മോഡൽ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിൽ മെയിൻ ആണല്ലോ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബാക്കി നമുക്ക് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ഏറ്റവും മെയിനാണ് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിനകത്ത് IP അഡ്രസ്സും അതുപോലെ തന്നെ MAC അഡ്രസ്സും പിന്നെ പോർട്ട് അഡ്രസ്സും ഒക്കെയാണ്. അപ്പോൾ IP അഡ്രസ്സ് എന്താണ്, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്ലാസ് A IP അഡ്രസ്സ്, ക്ലാസ് B അഡ്രസ്സ്, അതുപോലെ തന്നെ ക്ലാസ് C IP അഡ്രസ്സ്, അങ്ങനെ ക്ലാസ് D, ക്ലാസ് E, അങ്ങനെ 5 തരത്തിലാണ് IP അഡ്രസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്ക് അഡ്രസ്സും വേണം, അതുപോലെ തന്നെ IP അഡ്രസ്സും വേണം. ഒരു നെറ്റ്വർക്കിന് ഓരോ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ പറഞ്ഞു ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും ഒരു അഡ്രസ്സ് ഉണ്ട് അല്ലേ, ഓരോ കമ്പ്യൂട്ടറിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ IP അഡ്രസ്സിൻ്റെ താഴെ നമ്മളിപ്പോൾ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ കൺട്രോൾ പാനൽ നെറ്റ്വർക്കിൽ പോകുന്നത് നിങ്ങൾക്കറിയാം. കൺട്രോൾ പാനലിനകത്ത് പോയിട്ട് ഡിവൈസസ് നെറ്റ്വർക്ക് കണക്ഷൻസ് എന്നും പറഞ്ഞ് വരും. അവിടെ നമുക്ക് ഓരോ നെറ്റ്വർക്ക് ഡിവൈസുകളും കാണാൻ പറ്റും. ഓക്കെ, നമ്മളെ ഇഥർനെറ്റ് അഡാപ്റ്ററുകളൊക്കെ കാണാൻ പറ്റും. അതിൽ നമുക്ക് നോക്കാം, ഇതിനകത്ത് ഓരോ പേരായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ഇഥർനെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ താഴെ ആ ഒരു ഡിവൈസിൻ്റെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് കണക്ഷന് താഴെ നോട്ട് കണക്റ്റഡ്, പിന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇഥർനെറ്റിനകത്ത് ഇഥർനെറ്റ് നെറ്റ്വർക്ക് കേബിൾ അൺപ്ലഗ്ഡ്, പിന്നെന്താ ക്വാൾകോം അത്രോസ് AR8151. അത് ഈ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഇഥർനെറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡിൻ്റെ പേരാണ്. ഓക്കെ, ആ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. ക്വാൾകോം അത്രോസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. ജിഗാബൈറ്റ് ഇഥർനെറ്റ് കൺട്രോളറാണ്. ജിഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് 1 GB per second, അങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. പിന്നെ വിർച്വൽ മെഷീൻ്റെ ഇഥർനെറ്റ് ഉണ്ട്, അത് ഇതിനകത്ത് ഞാൻ വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു വൈഫൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് AP മൊബൈൽ ഇൻ്റർനെറ്റാണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹോട്ട്സ്പോട്ട് വഴി. പിന്നെ അതിൻ്റെ ഡ്രൈവറും കാണിക്കുന്നുണ്ട്, ഇൻ്റൽ സെൻട്രിനോ അഡ്വാൻസ്ഡ് N6230. അപ്പോൾ അത് എൻ്റെ വയർലെസ് നെറ്റ്വർക്ക് അഡാപ്റ്ററാണ് ലാപ്ടോപ്പിൻ്റെ. ഓക്കെ, അത്രയാണ് ഇതിനകത്തുള്ള ഡിവൈസുകൾ, വയർലെസ് നെറ്റ്വർക്ക് ഡിവൈസുകൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് IP അഡ്രസ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ഈ വയർലെസ് ആണല്ലോ ഇപ്പോൾ കണക്ട് ചെയ്തതായിട്ട് കാണുന്നത് അല്ലേ. ഇതാണ് കണക്ട് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐക്കണിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. കണക്റ്റഡ് ആണോ, പിന്നെ അതിൻ്റെ എത്ര ടൈം ആയി നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഈ വയർലെസ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട്
26 മിനിറ്റ് ആയി. അതിവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റസിൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കാണിക്കുന്നുണ്ട്. 72 Mbps ആണ്, 72 MB/s. അതാണ് ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്. പിന്നെ മീഡിയ സ്റ്റേറ്റ് എനേബിൾഡ്, SSID കണക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് AP, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വയർലെസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ IP വെർഷൻ 4 കണക്ടിവിറ്റി ഇൻ്റർനെറ്റ്, IP വെർഷൻ 6 കണക്ടിവിറ്റി ഇൻ്റർനെറ്റ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ താഴെ ബൈറ്റ്സ് സെൻഡ്, ബൈറ്റ്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പ്യൂട്ടറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ബൈറ്റ് സെൻഡും ബൈറ്റ് റിസീവ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ ഇങ്ങനെ കൂടി കുറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്താണ്, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ ചെയ്യുന്ന, അതായത് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഡാറ്റ സെൻഡ് ചെയ്യുന്നതും ബൈറ്റ്സ് ആണ് കാണിക്കുന്നത്. എത്ര ബൈറ്റ്സ് സെൻഡ് ചെയ്തു ആ ഒരു ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണിക്കാം പ്രോപ്പർട്ടി ഡിസേബിൾ ഡയഗ്നോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നേരിട്ട് ഈ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെ മുകളിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് അവിടെയും നമുക്ക് ക്ലിക്ക് ചെയ്താൽ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഈ TCP/IP വെർഷൻ 4, ഇവിടെയാണ് നമ്മൾ ഓരോ കമ്പ്യൂട്ടറിൻ്റെയും IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യുന്നത്. അത് നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്താക്കിയാൽ ഇവിടെ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം TCP/IP വെർഷൻ 4 സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിനകത്ത് ഒബ്റ്റെയിൻ ആൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്താണ്, ഈ കണക്റ്റ് ചെയ്തിരിക്കുന്ന റൗട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസ്, അതായത് ഇതിനകത്ത് ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ടാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടാണ് ഈ കമ്പ്യൂട്ടറിന് വേണ്ട IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു 192 അതിൻ്റെ അഡ്രസ്സും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പുറമേ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണും കൂടി കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ IP റിലേറ്റഡ് ആയിട്ടുള്ള മോർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, കണക്ഷൻ സ്പെസിഫിക് DNS സഫിക്സ്, അതിൽ വാല്യൂ ഒന്നുമില്ല. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഏതാണ് അതിൻ്റെ നെറ്റ്വർക്ക് ഡിവൈസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് MAC അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് ഫിസിക്കൽ അഡ്രസ്സാണ്. അതായത് ഈ നെറ്റ്വർക്ക് കാർഡിൻ്റെ മാനുഫാക്ചറർ കൊടുത്തിട്ടുള്ള ഒരു അഡ്രസ്സാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന 88-53-2E-37-D8-CC. ആ ഒരു ID ഈ ഒരു എൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ പെർട്ടിക്കുലർ വയർലെസ് കാർഡിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ്, അതായത് MAC അഡ്രസ്സാണ്. അങ്ങനെ ആ ഒരു അഡ്രസ്സ് ഒരു യുണീക്ക് നമ്പറാണ്. അതേ അഡ്രസ്സിൽ വേറെ ഒരു വയർലെസ് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യില്ല. ഓക്കെ, അത് ഓരോ കമ്പ്യൂട്ടറിനും യുണീക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ നെറ്റ്വർക്ക് ഡിവൈസിനും യുണീക്കായിട്ടുള്ള ഒരു നമ്പറാണത്. അപ്പോൾ ഈ ഒരു MAC അഡ്രസ്സ് കാണാനുള്ള ഒരു ഓപ്ഷൻ ഇതാണ്. ഓക്കെ, നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സ് ആണോ കാണേണ്ടത് അതിനുള്ള ഒരു ഓപ്ഷൻ ഈ രീതിയിൽ കാണാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് CMD അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട്
ipconfig /all. ഓക്കെ, ipconfig /all എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പഠിച്ച കമാൻഡ്. ipconfig /all. ഇത് നിങ്ങൾ ഇപ്പം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ കയ്യിലുള്ള നോട്ടിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് ഞാൻ വേറെ നോട്ടായിട്ട് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മാക് അഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CMD ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ipconfig /all എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ നെറ്റ്വർക്കിൻ്റെയും ഫുൾ മാക്സിമം ഡീറ്റെയിൽസ് ഇതിനകത്ത് വരും. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, കമ്പ്യൂട്ടറിൻ്റെ പേര് വരും. ഡെസ്ക്ടോപ്പ് BJU5005 അങ്ങനെയുള്ളൊരു പേരാണ് കമ്പ്യൂട്ടറിൻ്റെ പേര്. പിന്നെ ഓരോ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽസ് വരും. ഓക്കെ, ഇഥർനെറ്റ് അഡാപ്റ്റർ, മീഡിയ ഡിസ്കണക്റ്റഡ്, പിന്നെ അതിൻ്റെ മാക് അഡ്രസ്സ്. ഇതിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ആണ്. കോൾകോം അത്രോസ് എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇഥർനെറ്റ് പോർട്ടിൻ്റെ ജിഗാബൈറ്റ് ഇഥർനെറ്റ് പോർട്ടിൻ്റെ മാക് അഡ്രസ്സാണ് 84.8F എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് താഴോട്ട് പിന്നെ വിർച്വൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ VMwareൻ്റെ, അതിനാണ് 0050 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതും VMwareൻ്റെ ആണ്. പിന്നെ ഇൻ്റൽ സെൻട്രിനോ, ഇതാണ് വയർലെസ്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അതിനകത്ത് കൊടുത്തിട്ടുള്ള മാക്സിമം ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഈ വയർലെസ് ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഇൻ്റൽ സെൻട്രിനോ അഡ്വാൻസ്ഡ് 6230. ഫിസിക്കൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് 82. ഇത് മാക് അഡ്രസ്സാണ് ഞാൻ പറഞ്ഞു. DHCP ഡീറ്റെയിൽസ് എനേബിൾഡ് ആണ്. DHCP എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ. ഓട്ടോ കോൺഫിഗറേഷൻ എനേബിൾഡ് ആണ്. IPv6 എന്ന് പറയുന്നത് ഒരു IP അഡ്രസ്സ് തന്നെയാണ്, പക്ഷേ അത് 32 ബിറ്റ് അല്ല, 128 ബിറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. പിന്നെ IP4 അഡ്രസ്സ്, ഓക്കെ, 192.168.43.8. ഓക്കെ, 192.168.43.8. ഇതാണ് വയർലെസ് വഴി, അതായത് എൻ്റെ മൊബൈൽ ഹോട്ട്സ്പോട്ട് വഴി ഈ കമ്പ്യൂട്ടറിന് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ള IP അഡ്രസ്സ്. ഇത് ഞാൻ പ്രൊവൈഡ് ചെയ്തതല്ല, മൊബൈലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തതാണ്. അത് ഞാനിപ്പം കമ്പ്യൂട്ടർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ഡിവൈസൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഈ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ IP അഡ്രസ്സ് മാറും. 43.8 ആയിരിക്കില്ല, ചിലപ്പം മാറും. ഓക്കെ, അപ്പോൾ അത് DHCP ആകുമ്പോൾ IP അഡ്രസ്സ് മാറി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സബ്നെറ്റ് മാസ്ക് നിങ്ങൾക്ക് കാണാം, 255.255.255.0 എന്ന് പറഞ്ഞിട്ട് ഒരു സബ്നെറ്റ് മാസ്ക് കാണാം. ഓക്കെ, ഇത് ക്ലാസ് C IP അഡ്രസ്സാണ്. 192 എന്ന് തുടങ്ങുന്നതൊക്കെ ക്ലാസ് C അഡ്രസ്സാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ താഴോട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ipconfig /all. അതാണ് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ മാക് അഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇതാണ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഗ്രാഫിക്കൽ മോഡിലും നമുക്ക് IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സ് എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഇഥർനെറ്റ് പോർട്ടിന് എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ആ ഡിവൈസിൻ്റെ മുകളിൽ നെറ്റ്വർക്ക് കാർഡിൻ്റെ പേരിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കും. അതിനകത്ത് ഏറ്റവും മുകളിൽ ഏത് ഡിവൈസിൻ്റെ പേര് കാണിക്കും. പിന്നെ താഴെ കോൺഫിഗറേഷൻസ് ഒക്കെ കാണിക്കും. ഇതിനകത്ത്
ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 4 TCP/IP വെർഷൻ 4 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വീണ്ടും കാണിക്കുന്നത് ഒബ്റ്റെയിൻ ആൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് മാനുവലായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് എന്ന് കൊടുക്കും. അതിനുശേഷം നമുക്കിവിടെ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 192.168.1.2 എന്ന് കൊടുക്കുന്നു. താഴെ സബ്നെറ്റ് മാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മാസ്ക് ജനറേറ്റ് ചെയ്യും. കാരണം ഈ 192 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് C ആണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലാസ് Cക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തു. പിന്നെ ഡിഫാൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഓരോ റൗട്ടറിനും ഉള്ള ഒരു അഡ്രസ്സാണ്. അപ്പോൾ അത് IP അഡ്രസ്സിൻ്റെ ക്ലാസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിന് 192.168 പിന്നെ 1.1 ഇതാണ് ഇതിൻ്റെ ഡിഫാൾട്ട് ഗേറ്റ് വേ വരുന്നത്. 192.168.1. എന്ന് പറഞ്ഞ് വരുന്നതാണെങ്കിൽ അതേ രീതിയിൽ തന്നെയായിരിക്കും, അതേ ക്ലാസ് തന്നെയായിരിക്കും ഡിഫാൾട്ട് ഗേറ്റ് വേ വരുന്നത്. പിന്നെ DNS സെർവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. IP അഡ്രസ്സിൻ്റെ കാര്യം ഇങ്ങനെയാണ് മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഓരോ കമ്പനിയുടെയും അല്ലെങ്കിൽ ഓരോ നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെയും DNS സെർവർ വരും. ഓക്കെ, അതിനനുസരിച്ചാണ് ഈ ഡൊമൈൻ നെയിം സെർവർ കോൺഫിഗർ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ട് ഏതാണോ ഡൊമൈന് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊടുക്കണം. അത് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് IP അഡ്രസ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു IP അഡ്രസ്സും കൂടെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഈ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആഡ് എന്നുള്ള ബട്ടൺ കൊടുത്തതിന് ശേഷം IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും ആഡ് ചെയ്താൽ മതി. അത് ഒരു നെറ്റ്വർക്ക് കാർഡിൽ ഒന്നിൽ കൂടുതൽ IP അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. പിന്നെ ഈ ഒരു സെറ്റിങ്സ് വീണ്ടും ഓട്ടോമാറ്റിക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ഓട്ടോമാറ്റിക്കലി എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അതോ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ചെയ്തോളൂ. അങ്ങനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് നെറ്റ്വർക്ക് IP ആഡ് ചെയ്യുന്നത്. അപ്പോൾ സബ്നെറ്റ് മാസ്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു IP അഡ്രസ് ക്രിയേറ്റ് ഓരോ ക്ലാസ്സിനും ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് Cക്കും ഓരോ സബ്നെറ്റ് മാസ്ക് ഉണ്ട്. അപ്പോൾ എവറി ഡിവൈസ് ഹാസ് എൻ IP അഡ്രസ് വിത്ത് 2 പീസസ്. ഓക്കെ, എല്ലാ IP അഡ്രസ്സിനും 2 പാർട്ടാണുള്ളത്. അതിലൊന്ന് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് അഡ്രസ്സ്, പിന്നെ വരുന്നത് സെർവർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ്സ്. അത് ഇവിടെ കാണിക്കാം. ഓക്കെ, 4 ക്ലാസ് IP അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന, അതായത് പബ്ലിക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ക്ലാസ് Aയും ക്ലാസ് Bയും ക്ലാസ് Cയും. ക്ലാസ് D, ക്ലാസ് E എന്നുള്ളത് എന്താണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. അതായത് ക്ലാസ് D എന്നുള്ളത് മൾട്ടി കാസ്റ്റ് അഡ്രസ്സാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ക്ലാസ് D റേഞ്ചിലുള്ള IP അഡ്രസ്സുകൾ. ക്ലാസ് E എന്ന് പറയുന്നത് എന്താണ്, റിസർവ് ചെയ്തിട്ടുള്ള IP അഡ്രസ്സാണ്. ഓരോ റിസർച്ചുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള IP അഡ്രസ്സുകളാണ് ക്ലാസ് E എന്ന് പറയുന്നത്. ക്ലാസ് A എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ
പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാം, നമ്മളൊരു IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 32 ബിറ്റാണ് അല്ലേ. 192.168.1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 32 സംഖ്യകൾ ചേർന്നതാണ് ഒരു IP അഡ്രസ്സ്. നമ്മൾ 192 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി ഫോം ആയിരിക്കും ആദ്യത്തെ 8 സംഖ്യ. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ഡിജിറ്റാണ് വരുന്നത്. ഓക്കെ, ഈ 8ഉം അതുപോലെ തന്നെ ബൈറ്റ് 2വിനകത്ത് 8 ഡിജിറ്റ് വരും, ബൈറ്റ് 3യിലും 8, ബൈറ്റ് 4ലും 8. അപ്പോൾ നമ്മൾ 192 എന്ന് പറയുന്നത് ഡിജിറ്റൽ അല്ല ബൈനറി ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ടാണ് ഇവിടെ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ 192.168 അതിൻ്റെ ബൈനറി ഫോർമാറ്റ് ബൈറ്റ് 2 എന്നുള്ള ഇടത്തിൽ എഴുതും. ബൈറ്റ് 3നകത്ത് 192.168, പിന്നെ 1 ആണെങ്കിൽ 1 എന്നുള്ള ബൈനറി ഫോർമാറ്റ്. 1 എന്നുള്ളതിൻ്റെ ബൈനറി ഫോർമാറ്റ് എത്രയാണ്? 0000, ലാസ്റ്റ് 1 വരും അല്ലേ. പിന്നെ ബൈറ്റ് 4 ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെയും ബൈനറി ഫോർമാറ്റ് ആക്കിയിട്ട് മാറ്റും. ഞാൻ ഗൂഗിളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ 192.168ൻ്റെ ഒരു ബൈനറി അഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 192.168.1.1 എഴുതി കഴിഞ്ഞാൽ 1.2 എഴുതി കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഫോം. ഓക്കെ, ഇതിനെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റാണ് നമ്മൾ 192.168.1.2 എന്ന് പറയുന്നത്. ഓക്കെ, 192.168.1.2 ഇതിനെ ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് ഈ ഒരു സംഖ്യ. ഓക്കെ, ഇത് 2 എന്നുള്ളതിൻ്റെ ബൈനറി ഫോർമാറ്റാണ്, ഇത് 1ൻ്റെ ബൈനറി ഫോർമാറ്റാണ്, ഇത് 168ൻ്റെ ബൈനറി ഫോർമാറ്റാണ്, ഇത് 192ൻ്റെ ബൈനറി ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളെന്താണ് പറഞ്ഞു തന്നത്? സബ്നെറ്റ് മാസ്ക്. ഈ സബ്നെറ്റ് മാസ്ക് 255.255.255.0 എന്ന് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 25255.00 എന്ന് ഇടുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ഇത് ക്ലാസ് A ആണോ ക്ലാസ് B ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 255.255.255 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ നമ്പറുകളും 1 ആണെങ്കിൽ, അതായത് 8 1 ഇടുകയാണെങ്കിൽ അത് 255 എന്നായിരിക്കും. 255.255. അപ്പോൾ ഈ ഒരു വാല്യൂ ആയിരിക്കും സബ്നെറ്റ് മാസ്കിനകത്ത് കൊടുത്തിരിക്കുക. ക്ലാസ് C എന്നുള്ള ഒരു IP അഡ്രസ്സ് സിസ്റ്റത്തിനകത്ത് IP-ക്കകത്ത് ഈ ഒരു നമ്പറും സബ്നെറ്റ് മാസ്കിനകത്ത് ഇങ്ങനെയുള്ള ഒരു നമ്പറായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ക്ലാസ് C ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഞാൻ ഡിജിറ്റൽ ബൈനറി ഫോർമാറ്റിൽ പറഞ്ഞതാണ് ജസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്താണ്, ഇതിനകത്ത് ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് പോർഷനും 0 എന്നുള്ളത് കാണിക്കുന്നത് ഹോസ്റ്റിൻ്റെ, അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളുടെ എണ്ണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 0 കമ്പ്യൂട്ടർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, 255.255.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുന്ന വാല്യൂവിനനുസരിച്ച് എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് IP അഡ്രസ്സിൻ്റെ ലാസ്റ്റ് ഒക്ടക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ 255.255.0-നകത്ത് നമുക്ക് 254 കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു 3
വാല്യൂ, അത് 3 ഒക്ടറ്റ് നമുക്ക് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അതൊരു നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സായിട്ട് അത് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് ഒക്ടറ്റ് നമുക്ക് അത്രയും കമ്പ്യൂട്ടർ 254 കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 0 എന്നുള്ള IP അഡ്രസ്സ് യൂസ് ചെയ്യാത്തതുകൊണ്ട് 1 to 254 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 254 കമ്പ്യൂട്ടർ നമുക്ക് ഒരു ക്ലാസ് C നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതാ പറഞ്ഞത്, നമുക്ക് എന്താണ് IP അഡ്രസ്സിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹോസ്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ് അഡ്രസ്സ്, ഒരു ഭാഗം എന്താണ് സെർവർ അഡ്രസ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ്സ്. ഓക്കെ, അതിലാണ് ഈ കാണിച്ചത് നെറ്റ്വർക്ക് ഐഡിയും ഹോസ്റ്റ് ഐഡിയും ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ 192.168 എന്ന് പറഞ്ഞ അഡ്രസ്സ് കാണിച്ചില്ലേ. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 8 ബൈറ്റുകളാണ്, അല്ലെ 4 ബൈറ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, ഓരോ ബൈറ്റിലും 8 ഡിജിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 8 4 32 ഡിജിറ്റുകൾ ടോട്ടൽ വരും. അതിനകത്ത് ക്ലാസ് എയിൽ ആദ്യത്തെ ബൈറ്റ് നെറ്റ്വർക്ക് ID ആയിരിക്കും. ബാക്കി 3 ബൈറ്റ് ഹോസ്റ്റ് ID അല്ലെങ്കിൽ അത്രയും കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ക്ലാസ് ബിയിൽ ആദ്യത്തെ 2 ബൈറ്റ് നെറ്റ്വർക്ക് ഐഡിയും ഓക്കെ, പിന്നെ വരുന്ന 2 ബൈറ്റ് ഹോസ്റ്റ് ID ആയിരിക്കും. ക്ലാസ് സിയിൽ ആദ്യത്തെ 3 ബൈറ്റുകൾ നെറ്റ്വർക്ക് ഐഡിയും ലാസ്റ്റ് 4ാമത്തെ ബൈറ്റ് ഹോസ്റ്റ് ഐഡിയും ആയിരിക്കും. 4ാമത്തെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 8 ഡിജിറ്റ് വരും കേട്ടോ. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഡിജിറ്റ് ചേർന്നാണ്. പിന്നെ ക്ലാസ് ഡിയിൽ അത് നമ്മൾ നോക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്താണ്. മൾട്ടി കാസ്റ്റ് അഡ്രസ്സായിട്ടും പിന്നെ റിസർവ്ഡ് ആയിട്ടുള്ള IP അഡ്രസ്സാണ് ക്ലാസ് ഡിയും ക്ലാസ് സിയും. നമ്മൾ പഠിക്കുന്നത് ABC എന്നുള്ള 3 ക്ലാസ്സാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. ക്ലയൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് അഡ്രസ്സ്, പിന്നെ വരുന്നത് സെർവർ അഡ്രസ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ്സ്. IP അഡ്രസ്സസ് ആർ ഐദർ കോൺഫിഗേർഡ് ബൈ DHCP സെർവർ ഓർ മാനുവലി കോൺഫിഗേർഡ്. മാനുവലായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാറ്റിക് IP എന്ന് പറയും. ഓക്കെ, സ്റ്റാറ്റിക് IP ചെയ്യുക, ഓട്ടോമാറ്റിക് IP ചെയ്യുക എന്ന് പറയും. ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് DHCP നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ല ഞാൻ. അത് ഒബ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന IP അഡ്രസ് ആയിരിക്കും സ്വീകരിക്കുക. അതേ രീതിയിൽ തന്നെ റൗട്ടറിനകത്തും ഒരു സെറ്റിങ്സ് ചെയ്യണം. ഇതേ രീതിയിൽ DHCP എന്നുള്ള ഒരു സെക്ഷന് എനേബിൾ ചെയ്താൽ മാത്രമാണ് റൗട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് IP പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് DHCP ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കമ്പ്യൂട്ടറിലും മാനുവലായിട്ട് IP അഡ്രസ്സ് കൊടുക്കണം. ആ ഒരു വ്യത്യാസം ഉണ്ട്. സബ്നെറ്റ് മാസ്ക് സ്പ്ലിറ്റ് ദ IP അഡ്രസ് ഇൻ ടു ദ ഹോസ്റ്റ് ആൻഡ് നെറ്റ്വർക്ക് അഡ്രസ്. ഓക്കെ, ഈ സബ്നെറ്റ് മാസ്ക് ആണ് IP അഡ്രസ്സിനെ ഹോസ്റ്റ് ഭാഗവും നെറ്റ്വർക്ക് ഭാഗവുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എക്കും ക്ലാസ് ബിക്കും ക്ലാസ് സിക്കുമുള്ള സബ്നെറ്റ് മാസ്കുകൾ അനുസരിച്ചാണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് ID ഹോസ്റ്റ് ID എന്നുള്ള രീതിയിൽ പാർട്ടാക്കി. അതായത് ഫസ്റ്റ് ബൈറ്റ് നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് ക്ലാസ് എക്കാണ്. ഓക്കെ, അത് തീരുമാനിക്കുന്നത് നെറ്റ്വർക്ക് സബ്നെറ്റ് മാസ്ക് ആണ്. ഓക്കെ, thereby defining which part of IP address belongs to the device and which part belongs to the network. ഓക്കെ, അപ്പോൾ ഒരു IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് 192.168.1.2 എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു നമ്പറിനകത്ത് എന്തൊക്കെയുണ്ട്, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ
ഏത് നെറ്റ്വർക്ക് ആണെന്നില്ല നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നെറ്റ്വർക്ക് ഐ ഡി അതിനകത്തുണ്ട്, ഹോസ്റ്റ് ഐ ഡി ഉണ്ട്. ആ രണ്ട് ഐ ഡി ഉണ്ട് അല്ലേ. നെറ്റ്വർക്ക് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും ചേർന്നതാണ് ഒരു ഐ പി അഡ്രസ്സ്. അതായത് ഐ പി അഡ്രസ്സിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് ഹോസ്റ്റ് അഡ്രസ് പാർട്ടും ഒന്ന് നെറ്റ്വർക്ക് അഡ്രസ് പാർട്ടും. എ സബ്നെറ്റ് മാസ്ക് ഈസ് എ 32-bit നമ്പർ ക്രിയേറ്റഡ് ബൈ സെറ്റിംഗ് ഹോസ്റ്റ് ബിറ്റ് ടു ഓൾ സീറോസ്. അതായത് ഹോസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഭാഗം. നമ്മൾ 192.168.1.1 താഴെ 255 എന്താണ് ഞാനിവിടെ എക്സാമ്പിളിൽ കാണിച്ചു തന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് കൊടുക്കുന്ന ഭാഗമാണ് ഹോസ്റ്റ് ബിറ്റ്. ഓക്കെ, ഇതിനകത്ത് മുകളിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗമാണ് ഹോസ്റ്റ് ബിറ്റ്. ഈ 255 ഇതാണ് 255 എന്നുള്ള ഡിജിറ്റ് എല്ലാം 1 ആയിരിക്കും. ഈ ഒക്ടക്റ്റിനകത്ത് ഒക്ടക്റ്റ് എന്ന് പറയും കേട്ടോ. ഈ 8 ബിറ്റിനെ നമ്മൾ ബൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഒക്ടക്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഒക്ടക്റ്റിൽ എല്ലാം 1കൾ വന്നു കഴിഞ്ഞാൽ 255 എന്ന് പറയും. അപ്പോൾ ഈ ഓരോ 255നെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡോട്ടാണ് കേട്ടോ. 255.255.255.0. അതുപോലെ തന്നെ 192.168. അതിന് ഡോട്ടാണ്, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈഫൺ യൂസ് ചെയ്തെന്നുള്ളൂ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ക്ലാസ് സി ആണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ 3 സബ്നെറ്റ് മാസ്കിനകത്ത് 3 255 വന്നു കഴിഞ്ഞാൽ അത് ക്ലാസ് സി ആണ്. ഓക്കെ, ഇവിടെ 0 ആണ് വരുന്നതെങ്കിൽ ക്ലാസ് എ ആയിരിക്കും. അത് ഞാൻ നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ആ സമയത്ത് നോക്കാം നമുക്ക്. ഓക്കെ, 32-bit number created by setting host bit all zeros and setting network bit all 1. ഓക്കെ, നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുന്നതാണ് all 1 ആയിട്ട് കാണിക്കുന്നത്. ഇത് ക്ലാസ് സി ആണ് കേട്ടോ. ക്ലാസ് സിനകത്തുള്ള ഒരു എക്സാമ്പിളാണ് കാണിച്ചിരുന്നത്. ബാക്കി ഇതുപോലെ ഇങ്ങനെ കാണിക്കില്ല, ഞാൻ ജസ്റ്റ് പറയുള്ളൂ. ഓക്കെ, ക്ലാസ് സിനകത്ത് ആദ്യത്തെ 3 ഒക്ടക്റ്റ്, അതായത് ആദ്യത്തെ 3 ബൈറ്റുകൾ 1 ആയിരിക്കും. അതായത് 255 എന്നായിരിക്കും അല്ലേ. നമ്മുടെ ചിത്രം പ്രകാരം ക്ലാസ് സിനകത്ത് ആദ്യത്തെ 3 ബൈറ്റുകൾ, ബൈറ്റ് 1, ബൈറ്റ് 2, ബൈറ്റ് 3 നെറ്റ്വർക്ക് ഐ ഡി ആണ്. അവിടെയാണ് നമ്മൾ 1 എന്ന് പറഞ്ഞ് കാണിച്ചത്. ഓക്കെ, പിന്നെ ഐ പി അഡ്രസ്. ഐ പി അഡ്രസ് എന്താണെന്നുള്ളത് നമുക്കറിയാം, ഒരു പ്രോട്ടോകോൾ ആണ്. എൻ ഐ പി പ്രോട്ടോകോൾ അല്ലേ. എൻ ഐ പി അഡ്രസ് ഇസ് എൻ ഐ പി പ്രോട്ടോകോൾ അഡ്രസ് is a numerical label assigned to device connected to a computer network that uses a IP for communication. And internet protocol പ്രകാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഈ ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ പി അഡ്രസ് ആക്ട് ആസ് എൻ ഐഡൻറ്റിഫയർ ഫോർ സ്പെസിഫിക് മെഷീൻ ഓൺ എ പർട്ടിക്കുലർ നെറ്റ്വർക്ക്. അതുതന്നെയാണ് തിരിച്ചും തിരിച്ചൊക്കെ പറയുന്നത്. എൻ ഐ പി അഡ്രസ് ഈസ് ഓൾസോ കോൾഡ് ഐ പി നമ്പർ. ഐ പി നമ്പർ എന്നും പറയും, ഇൻ്റർനെറ്റ് അഡ്രസ് എന്നും പറയും ഐ പി അഡ്രസ്സിന്. ഓക്കെ, മോസ്റ്റ് നെറ്റ്വർക്ക് കമ്പൈൻ ടി സി പി വിത്ത് ഐ പി. ടി സി പി അതുപോലെ തന്നെ ഐ പി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എല്ലാ നെറ്റ്വർക്കിലും യൂസ് ചെയ്യുന്നത്. The 255 address always assigned for broadcast address and 0 address is always assigned to a network address. ഇപ്പോൾ നമ്മൾ 192.168.1.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെറ്റ്വർക്കിന് കൊടുക്കുന്ന അഡ്രസ്സാണ്. ഓക്കെ, ഒരു നെറ്റ്വർക്കിന് മൊത്തത്തിൽ കൊടുക്കുന്ന അഡ്രസ്സാണ് 192.168 ലാസ്റ്റ് 0 എന്ന് പറയുന്നത്. ലാസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ബ്രോഡ്കാസ്റ്റ്
അഡ്രസ്സാണ്. അത് ഇത്തരത്തിലുള്ള നമ്പറുകൾ എന്താണ് ഒരു ഹോസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല. അത് റിസർവ്ഡ് ആണ്. എന്താണ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് റിസർവ് ആയിട്ടുള്ള നമ്പറാണ് ലാസ്റ്റ് 0 വരുന്നത്. പിന്നെ കോമൺ ബൈനറി നമ്പറും ഡിജിറ്റും അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഈച്ച് 1 or 0 ഇൻ എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ബിറ്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത്. ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0കളും 1കളുമാണ് ബിറ്റ് എന്ന് പറഞ്ഞത്. ഓരോ 1ഉം അല്ലെങ്കിൽ ഓരോ 0യും ഓരോ ബിറ്റാണ്. പിന്നെ അങ്ങനെയുള്ള 4 ബിറ്റുകൾ ചേർന്നതാണ് ഒരു നിബിൾ എന്ന് പറയും. നിബിൾ എന്നുള്ള ടേം നമ്മൾ IP സെക്ഷനിൽ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ബൈറ്റ് ആണ്. ഓക്കെ, 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. അതായത് 8 0 അല്ലെങ്കിൽ 8 1കൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. അതായത് ഒരു ഒക്ടക്റ്റ് ആണ് ഒരു ബൈറ്റ്. ഒരു ഒക്ടക്റ്റിനകത്ത് 8 ഡിജിറ്റുകൾ ഉണ്ടാവും. 0 അല്ലെ 1 ആയിട്ട് 8 ഡിജിറ്റുകൾ ഉണ്ടാവും. An IP address consists of 4 numbers, each number containing 1 to 3 digit. ഓക്കെ, ഒരു IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നമ്പറുകൾ ചേർന്നതാണ് ഒരു IP അഡ്രസ്സ്. അതിനകത്ത് എന്താണ് ഓരോന്നിനെയും ഓരോ നമ്പറിനെയും ഒരു ഡോട്ട് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. വിത്ത് എ സിംഗിൾ ഈച്ച് നമ്പർ കണ്ടെയ്ൻസ് 1 to 3 digits വിത്ത് എ ഡോട്ട് സെപ്പറേറ്റ്സ് ഈച്ച് നമ്പർ ഓർ സെറ്റ് ഓഫ് ഡിജിറ്റ്. അപ്പോൾ ഓരോ നമ്പറിനെയും ഒരു ഡോട്ട് വഴി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 4 നമ്പറാണുള്ളത്. ഒന്ന് 192, ഒന്ന് 168, ഒന്ന് 1, ഒന്ന് 25. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ് ഇതിനകത്ത് 3 നമ്പർ അല്ലെ 2 നമ്പർ അല്ലെങ്കിൽ 1 നമ്പർ അത്രേ ഉള്ളൂ. 4 നമ്പർ വരില്ല. ഓക്കെ, 4 നമ്പറുള്ള ഒരു കോമ്പിനേഷൻ എന്തായാലും വരില്ല. ഇപ്പോൾ 192 വരും. മാക്സിമം 255 വരെയാണ് പോവുക. ഓക്കെ, പിന്നെ IP അഡ്രസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്ട്. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രിഫിക്സ് പാർട്ട് ഓഫ് IP അഡ്രസ് ഐഡൻറ്റിഫൈസ് ദ ഫിസിക്കൽ നെറ്റ്വർക്ക് ടു വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് അറ്റാച്ച്ഡ്. പ്രിഫിക്സ് ഓൾസോ നോൺ ആസ് നെറ്റ്വർക്ക് അഡ്രസ്. ഇപ്പോൾ ഒരു IP അഡ്രസ്സിൻ്റെ ഫസ്റ്റിലുള്ള പാർട്ട് നെറ്റ്വർക്ക് അഡ്രസ്സും ലാസ്റ്റിലോട്ട് വരുന്നത് ഹോസ്റ്റ് അഡ്രസ്സും ആണ്. അതായത് പ്രിഫിക്സും സഫിക്സും. ഈ പ്രിഫിക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ബൈറ്റ് ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ബൈറ്റും സെക്കൻഡ് ബൈറ്റും ആവാം, അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ആവാം. അത് നമ്മുടെ ക്ലാസ്സിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ക്ലാസ് എയിലാണെങ്കിൽ ആദ്യത്തെ 3 ബൈറ്റുകൾ പ്രിഫിക്സ് ആണ്. അതാണ് അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ്. ഓക്കെ, ക്ലാസ് ബി ആണെങ്കിൽ പകുതിയും പകുതിയായിട്ടായിരിക്കും. അതായത് ആദ്യത്തെ 2 ഡിജിറ്റ് നെറ്റ്വർക്ക് അഡ്രസ്സും ലാസ്റ്റിലോട്ട് വരുന്ന 2 ഡിജിറ്റ് ഹോസ്റ്റ് അഡ്രസ്സും. ക്ലാസ് സി ആണെങ്കിൽ ആദ്യത്തെ 3 ഡിജിറ്റുകൾ അതായത് 3 ബൈറ്റുകൾ നെറ്റ്വർക്ക് അഡ്രസ്സും 4ാമത്തെ ബൈറ്റ് ഹോസ്റ്റ് അഡ്രസ്സും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന് പറയുന്നത്. അതൊന്നുകൊണ്ട് പറയണോ? അപ്പോൾ ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബൈറ്റ് ആയിരിക്കും ക്ലാസ് എയിൽ ഏത് നെറ്റ്വർക്ക് ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ബാക്കി 3 ബൈറ്റുകൾ ഹോസ്റ്റ് അഡ്രസ്സാണ്. അവിടെ എത്ര കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാന്നുള്ളത് അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. ക്ലാസ് ബിയിൽ ആദ്യത്തെ 2 ബൈറ്റ് നെറ്റ്വർക്ക് ഐ ഡിയും ലാസ്റ്റിലെ 2 ബൈറ്റ് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. ക്ലാസ് സി ആണെങ്കിൽ ആദ്യത്തെ 3 ബൈറ്റുകൾ നെറ്റ്വർക്ക് ഐ ഡിയും 4ാമത്തെ ബൈറ്റ് ഹോസ്റ്റ് ഐ ഡിയും ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് 192.168.1.152 എന്നുള്ള ഒരു നമ്പറാണുള്ളത്.
അപ്പോൾ ആദ്യത്തെ ഒക്ടക്റ്റിനകത്ത് 192, പിന്നെ 168, പിന്നെ 1, നാലാമത്തേത് വരുന്നത് 152. ഓക്കെ, 4 ഒക്ടക്റ്റ്, അതായത് 4 ബൈറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒരു IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നെറ്റ്വർക്കുകളുണ്ട്, എത്ര ഹോസ്റ്റ് കമ്പ്യൂട്ടറുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒരു എക്സാമ്പിളൂടെ ഇത് കാണിച്ചു തരാം. നെറ്റ്വർക്ക് എന്താണ്? അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന ആ മഞ്ഞ കളറിലുള്ള കാണാൻ പറ്റുന്നില്ലേ, ഒരു ഓറഞ്ച് മഞ്ഞ കളർ പോലെ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു നെറ്റ്വർക്കാണ്, വലതു ഭാഗത്ത് കാണുന്നത് വേറെ ഒരു നെറ്റ്വർക്കാണ്. ഈ ഓരോ നെറ്റ്വർക്കിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഈ നെറ്റ്വർക്കിനകത്തൊക്കെ അല്ലാതെ ഈ നെറ്റ്വർക്കിനോട് വേറെ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ എണ്ണമാണ് നമ്മൾ ഹോസ്റ്റ്, നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊത്തം ഈ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു IP അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നെറ്റ്വർക്കുകളുണ്ട്, നമ്പർ ഓഫ് നെറ്റ്വർക്കും നമ്പർ ഓഫ് ഹോസ്റ്റും, ഒരു നെറ്റ്വർക്കിനകത്ത് എത്ര കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ നമ്പർ കണ്ടില്ലേ, 192.168.1.152 എന്ന് പറഞ്ഞ നമ്പർ കണ്ടില്ലേ. ഈ ഒരു നെറ്റ്വർക്കിനകത്ത് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക. ഓക്കെ, അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് 192.168.1.1 മുതൽ 1.1 പറ്റൂല, 1.1 എന്ന് പറയുന്നത് ഗേറ്റ് വേ ആയിരിക്കും. 1.2 മുതൽ 1.255 വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡിജിറ്റിലുള്ള. പിന്നെ എത്ര നെറ്റ്വർക്ക് കണക്ട് ചെയ്യാന്നുള്ളത് അതിന് തൊട്ടിപ്പുറത്ത് കാണിക്കുന്ന ഇതിനകത്ത് 1 എന്ന് പറഞ്ഞ ഡിജിറ്റ് കാണിക്കുന്നില്ലേ, അതാണ് എത്ര നെറ്റ്വർക്ക് കണക്ട് ചെയ്യാന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ്, എത്ര നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക, എത്ര ഹോസ്റ്റുകൾ കണക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്പർ ഓഫ് നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, ഹോസ്റ്റ്, അതായത് നെറ്റ്വർക്ക് ബിറ്റുകൾ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിന് 2 നെറ്റ്വർക്ക് ബിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്റ്റ് അഡ്രസ് കാണാനാണെങ്കിൽ 2 ഹോസ്റ്റ് ബിറ്റ് -2. അത് എക്സാമ്പിളായിട്ട് താഴെ നമുക്ക് കാണാം. അപ്പോൾ when calculating host IP address, 2 IP address are, ഓക്കെ, എത്ര IP അഡ്രസ്സുകൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്ന സമയത്ത് ഇതാണ് 2 IP address are decreased because they cannot be assigned to host. That is, first IP of the network is first IP of a network number and last IP is reserved for broadcast IP. നമ്മളൊരു ഹോസ്റ്റ് കമ്പ്യൂട്ടറുകളുടെ എണ്ണം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ എന്താണ്, 2 ഹോസ്റ്റ് ബിറ്റ് -2. അതാണ് ഹോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ക്ലാസ് A എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ഹോസ്റ്റ് ഓൺ എ സെയിം നെറ്റ്വർക്ക് ഷുഡ് ഹാവ് ദ സെയിം നെറ്റ്വർക്ക് ID. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക്, അതായത് ക്ലാസ് എനകത്തുള്ള ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനകത്ത് ഉള്ള എല്ലാ കമ്പ്യൂട്ടറിനും സെയിം നെറ്റ്വർക്ക് ID ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് IDയും അതേ നെറ്റ്വർക്കുള്ള മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് IDയും സെയിം ആയിരിക്കും. പിന്നെ ക്ലാസ് A എന്നുള്ള
കാര്യം നോക്കാം. ദ ഫസ്റ്റ് ബിറ്റ് ഓഫ് ദ ഫസ്റ്റ് ഒക്ടറ്റ് ഈസ് ഓൾവേസ് 0. ദസ് ദ ഫസ്റ്റ് ഒക്ടറ്റ് റേഞ്ചസ് ഫ്രം 1 to 127. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നോക്കാം. ഇവിടെ 192 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടല്ലേ. 192 എന്ന് പറഞ്ഞ നമ്പർ ആണ് ഫസ്റ്റ് ഒക്ടറ്റ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ 2 ഡിജിറ്റ് 1 വന്നു കഴിഞ്ഞാൽ 192 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് എ എന്നുള്ള നെറ്റ്വർക്കിൽ വരുന്ന കമ്പ്യൂട്ടറിനകത്ത് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മിനിമം നമ്പർ വരുന്നത് എത്രയായിരിക്കും? 0 0 0 0. ലാസ്റ്റ് നമ്പർ എന്തായാലും 0 വരില്ല. ഓക്കെ, ഓൾ നമ്പർ 0 വരില്ല. നെറ്റ്വർക്ക് പാർട്ടിൽ എന്താണ്, എല്ലാ ഡിജിറ്റും 0 വരില്ല. അപ്പോൾ അതിൻ്റെ മിനിമം നമ്പർ എന്താണ്? ഫസ്റ്റ് ഒക്ടറ്റിൻ്റെ മിനിമം നമ്പർ 1 ആയിരിക്കും. അതിൻ്റെ മാക്സിമം നമ്പർ 127 ആയിരിക്കും. കാരണം ഇവിടെ 0 എന്നുള്ളത് ഫിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ക്ലാസ് എക്ക് ഫസ്റ്റ് ഒക്ടറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഫസ്റ്റ് ബിറ്റ് 0ൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ചേഞ്ചബിൾ അല്ല. അപ്പോൾ ബാക്കി ഫസ്റ്റ് ഒക്ടറ്റിൽ വരാൻ പറ്റുന്ന മാക്സിമം നമ്പർ 1 മുതൽ 127 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ക്ലാസ് എയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന IP-കൾ 1 മുതൽ, ഇനീഷ്യൽ നമ്പർ 1 മുതൽ ലാസ്റ്റ് 126 വരെ ആയിരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇവിടെ 102 എന്നുള്ള നമ്പർ. ഒരു IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ഡിജിറ്റ് എന്നല്ല, ഫസ്റ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഡോട്ടിന് മുമ്പുള്ള ആ നമ്പർ 1നും 126 ആണെങ്കിൽ അത് ക്ലാസ് എ അഡ്രസ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് 1.1.128 255. ഇവിടെ ഏത് നമ്പർ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഫസ്റ്റിലത്തെ നമ്പർ 1നും 127നും ഇടയിലായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ക്ലാസ് എ അഡ്രസ് ഓൺലി ഇൻക്ലൂഡ് IP സ്റ്റാർട്ടിങ് ഫ്രം 1 മുതൽ 126 വരെ. ഓക്കെ, ആദ്യത്തെ ഡിജിറ്റിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. 1 മുതൽ 126 വരെയാണ് ക്ലാസ് എയിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞു 1 to 127 എന്ന് പറഞ്ഞിട്ടുണ്ട്. 127 എന്നുള്ള തുടങ്ങുന്ന IP നമ്പർ എന്താണ്, ലൂപ്പ് ബാക്ക് അഡ്രസ്സായിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. IP റേഞ്ച് 127.x.x ഈസ് റിസർവ്ഡ് ഫോർ ലൂപ്പ് ബാക്ക് IP അഡ്രസ്സ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, നെറ്റ്വർക്കിൽ ലൂപ്പ് ബാക്ക് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്ന IP അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ 127.x.x. ഇത് ഇവിടെ ഏത് നമ്പറും വരാം. പക്ഷേ സ്റ്റാർട്ടിങ് 127 ആണെങ്കിൽ അത് ലൂപ്പ് ബാക്ക് അഡ്രസ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന IP അഡ്രസ്സാണ്. പിന്നെ എന്താണ്, ഓൾ നെറ്റ്വർക്ക് ID കനോട്ട് ബി ഓൾ സീറോസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ലാസ്റ്റ് 0 വരാത്തത്. മിനിമം ഒന്നെങ്കിലും ഉണ്ടായിരിക്കും നെറ്റ്വർക്ക് IDയിൽ. അപ്പോൾ ദ ഡീഫാൾട്ട് സബ്നെറ്റ് മാസ്ക് ഓഫ് എ ക്ലാസ് എ IP അഡ്രസ് ഈസ് 255.0.0.0. അപ്പോൾ ക്ലാസ് എന്റെ ഡിഫാൾട്ട് സബ്നെറ്റ് മാസ്ക് ആണ് 255.0.0.0 എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഈ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ്വർക്ക് IDയിൽ ഓൾ ഡിജിറ്റ് 1 ആയിരിക്കും വരിക എന്നല്ലേ. അപ്പോൾ ആദ്യത്തെ ബൈറ്റ് 255 എന്ന് പറഞ്ഞു, അതായത് ഓൾ ബിറ്റ് 1 വന്നു. പിന്നെ ബാക്കി എന്താണ് 000 എന്ന് പറഞ്ഞു അല്ലേ.
ബൈറ്റ് 2-ൽ 0, ബൈറ്റ് 3 0, ബൈറ്റ് 4 0. ഇതാണ് ക്ലാസ് എന്റെ സബ്നെറ്റ് മാസ്ക്. Okay, a subnet mask of class A IP address is 255.0.0.0, which means that class A address can have 126 network. 126 നെറ്റ്വർക്ക് ആണ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുക. കാരണം 1 മുതൽ 127 വരെയാണ്. അതിൽ 127 എന്നുള്ള ആ ഒരു നമ്പർ എന്താണ് റിസർവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് 126 നെറ്റ്വർക്കുകളാണ് ക്ലാസ് എക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് അതായത് ക്ലാസ് എയിൽ എത്ര നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാൻ പറ്റും? 126 നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ക്ലാസ് എയിൽ എത്ര കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യാൻ പറ്റും? അല്ലേ, 167,77,214. 167,77,214 കമ്പ്യൂട്ടറുകൾ ക്ലാസ് എയിലുള്ള നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. 2 raised to number of host നെറ്റ്വർക്ക് അഡ്രസ്. എത്ര നെറ്റ്വർക്ക് ബിറ്റാണുള്ളത് എന്നുള്ളത് നോക്കുക. ഇതിൽ 7 പറഞ്ഞത്. കാരണം ഒന്ന് എന്താണ് ലൂപ്പ് ബാക്കിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തുകൊണ്ട് 2 raised to 7 minus 2. അതിൽ ഫസ്റ്റ് IP അഡ്രസ്സും ലാസ്റ്റ് IP അഡ്രസ്സും റിസർവ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് 2 raised to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ആണ് വരാൻ തോന്നും. -2 എന്ന് പറഞ്ഞാൽ 126 വരും. ഓക്കെ, അപ്പോൾ 126 നെറ്റ്വർക്കുകളാണ് ക്ലാസ് എയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ഇക്വേഷൻ പറഞ്ഞു, നമ്പർ ഓഫ് ഹോസ്റ്റ് പെർ നെറ്റ്വർക്ക്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു ഇക്വേഷൻ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതിൽ നിന്ന് വരും. ഏതെങ്കിലും ഒരു IP അഡ്രസ്സ് തന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എത്ര നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാൻ പറ്റും, എത്ര ഹോസ്റ്റുകൾ കണക്ട് ചെയ്യാൻ പറ്റും എന്നല്ല. അപ്പോൾ എത്ര നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 raised to n, 2 raised to നെറ്റ്വർക്ക് ബിറ്റ്. ഓക്കെ, എത്ര ഹോസ്റ്റ് കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 raised to ഹോസ്റ്റ് ബിറ്റ് -2. അതായത് ഇവിടെ മൊത്തം 32 ബിറ്റാണെന്ന് പറഞ്ഞില്ലേ, അതിൽ 24ഉം 8ഉമാണ് 32. ഇവിടുത്തെ 8 അവിടെ ഒഴിവായി. നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ബൈറ്റ് ഒഴിവാക്കിയിട്ടു. ബാക്കി 24 ബൈറ്റുകളുണ്ട് അല്ലേ. 8 വീതം 3 ബൈറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിലും 8 വെച്ച് നോക്കുകയാണെങ്കിൽ 8 3 24 ബൈറ്റുകളല്ല 24 ബിറ്റുകൾ അവൈലബിൾ ആണ് ഹോസ്റ്റ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 raised to 24 -2. ഓക്കെ, 2 raised to 24 എത്രയാണെന്ന് നോക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കുക. അത്രയും ആയിരിക്കും അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളുടെ എണ്ണം. അപ്പോൾ ഒരു ക്ലാസ് എ IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ലെറ്റർ 0 ആയിരിക്കും, അത് ഫിക്സഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ള 7 ബിറ്റുകൾ 1 ആവാം. ഇതാണ് അത് നെറ്റ്വർക്ക് ID ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ അതിന് ശേഷം വരുന്ന 3 ഒക്ടക്റ്റുകൾ, അതായത് ആദ്യത്തെ IP അഡ്രസ്സിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന 3 ലെറ്ററുകൾ ഹോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറുകളാണ്, ഹോസ്റ്റ് അഡ്രസ്സിൻ്റെ ഭാഗമാണ്. ക്ലാസ് B അഡ്രസ്സ്, an IP address which belongs to class B has first 2 bits in the first octet set. ക്ലാസ് ബിയിൽ എന്തായിരിക്കും?
ഫസ്റ്റ് ഒക്ടക്റ്റിനകത്തുള്ള 2 ബിറ്റുകൾ 10 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ റെഡ് കളറിൽ കാണുന്ന ഇത് ക്ലാസ് ബിൻ്റെ IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റാണ്. ഫസ്റ്റ് ഒക്ടക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾ ക്ലാസ് എയിൽ നമ്മൾ പറഞ്ഞു IP അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 1 മുതൽ 127 വരെ ക്ലാസ് എ ആയിരിക്കും അല്ലേ. 1 മുതൽ 127 വരെ ഉള്ള IP അഡ്രസ്സ് തുടങ്ങുന്നത് ക്ലാസ് എ IP അഡ്രസ്സ് ആയിരിക്കും. അതുപോലെ തന്നെ 128 മുതൽ 191 വരെ തുടങ്ങുന്ന IP അഡ്രസ്സുകൾ ക്ലാസ് ബി IP അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഈ 2 വാല്യൂ ആണ്. അതായത് IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ഒക്ടക്റ്റിലെ ആദ്യത്തെ 2 ഡിജിറ്റുകൾ 10 എന്നുള്ളത് ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള വാല്യൂസ് ആണ് നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വാല്യൂ 100 ബാക്കി കംപ്ലീറ്റ് 0 കൊടുത്തു കഴിഞ്ഞാലുള്ള വാല്യൂ 128 ആണ്. അതിനുശേഷം ലാസ്റ്റ് ഡിജിറ്റ് ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 129 ആയി. ഇപ്പുറത്തത് കൂട്ടി അപ്പുറത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ 130 ആയി. അങ്ങനെ ഓരോ ഒന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും ബൈനറിയുടെ നമ്പർ സിസ്റ്റം പ്രകാരം. ബൈനറിയുടെ നമ്പർ സിസ്റ്റം പ്രകാരം ആദ്യത്തെ ഡിജിറ്റ് എൻ്റെ വാല്യൂ 1ഉം രണ്ടാമത്തതിൻ്റെ വാല്യൂ 2 ആയിരിക്കും, മൂന്നാമത്തതിൻ്റെ വാല്യൂ 4 ആയിരിക്കും, നാലാമത്തതിൻ്റെ വാല്യൂ 8 ആയിരിക്കും, അഞ്ചാമത്തതിൻ്റേത് 16 ആയിരിക്കും, പിന്നെ 32, 64, 128 അങ്ങനെയാണ് പോവുക. അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്പർ 1 ആണെങ്കിൽ അത് 128 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്ലാസ് ബിയുടെ IP തുടങ്ങുന്നത് 128 എന്നുള്ള നമ്പർ മുതലായിരിക്കും 191 വരെ. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ക്ലാസ് ബി IP അഡ്രസ് എന്നാണ് ഒരു 168 തുടങ്ങുന്ന ഒരു IP അഡ്രസ്സാണിത്. ഓക്കെ, 168 തുടങ്ങുന്ന ഒരു IP അഡ്രസ്സാണ്. അത് കണ്ടാൽ നിങ്ങൾക്കറിയാം അത് 128നും 191നും ഇടയിലാണ്. അപ്പോൾ അതൊരു ക്ലാസ് ബി അഡ്രസ്സാണ് അല്ലേ. 128നും 190 ആ ഒരു ബൗണ്ടറി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, 127 വരെയാണ് ക്ലാസ് എ. 127 വരെ ആണെങ്കിലും 127ാമത്തത് സ്പെഷ്യൽ ലൂപ്പ് ബാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് 126 വരെ ആയിരിക്കും ക്ലാസ് എക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസ് ബിക്ക് 127 കഴിഞ്ഞ് 128 മുതൽ 191 വരെ തുടങ്ങുന്ന നമ്പർ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു IP അഡ്രസ്സിൻ്റെ ഫസ്റ്റിലത്തെ നമ്പർ 128 മുതൽ 191 വരെ ആണെങ്കിൽ അത് ക്ലാസ് ബി IP അഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലാസ് ബി അഡ്രസ് റേഞ്ച് ഫ്രം 128.0.0.0 ടു 191.255.255.255 അത്രയുമാണ് ക്ലാസ് ബിയിൽ വരാവുന്ന IP അഡ്രസ്സുകൾ. ഓക്കെ, ക്ലാസ് ബിയുടെ സബ്നെറ്റ് മാസ്ക് വരുന്നത് എന്താണ് 255.255.0.0 അതാണ് ക്ലാസ് ബിയുടെ സബ്നെറ്റ് മാസ്ക് വരുന്നത്. കാരണം എന്താണ്, ക്ലാസ് ബി നമുക്കറിയാം നെറ്റ്വർക്ക് ID ആദ്യത്തെ 2 ബിറ്റ് നെറ്റ്വർക്ക് ID ആണ്. അപ്പോൾ ആദ്യത്തെ 2 ബിറ്റിൽ എല്ലാ ഡിജിറ്റും 1 ആയിരിക്കും. ലാസ്റ്റിലത്തെ 2 ബൈറ്റ് 0 ആണ് വരുന്നത് സബ്നെറ്റ് മാസ്കിനകത്ത്. അപ്പോൾ അത് 0.0 എന്ന് വരും. ഇവിടെ 255.255.0.0. ഓക്കെ, അങ്ങനെയാണ് അത് സബ്നെറ്റ് മാസ്ക് തീരുമാനിക്കുന്നത്. പിന്നെ ക്ലാസ് ബിയിലെ എത്ര നെറ്റ്വർക്കുകൾ പോസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ ക്ലാസ് ബിയിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. മൊത്തം 2 ബിറ്റുകളാണ് ഇത് നെറ്റ്വർക്ക് IDക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലേ. 8 മനസ്സിലാകുന്നുണ്ടോ? ആദ്യത്തെ ഒക്ടക്റ്റും രണ്ടാമത്തെ ഒക്ടക്റ്റും
നെറ്റ്വർക്ക് ഐ ഡിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം എത്രയാണ്? 16 ബിറ്റുകൾ അല്ലേ, -2. അപ്പോൾ 14 ബിറ്റുകൾ. അപ്പോൾ 2⁻14. കാരണം എന്താ വെച്ചാൽ -2 എന്ന് പറയാൻ കാരണം ഇവിടെ 2 ഡിജിറ്റ് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് -2 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റിൽ ആദ്യത്തേതിൽ എന്താണ് 6 എണ്ണം യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ 8 എണ്ണം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 14 ബിറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2⁻14 എന്ന് പറഞ്ഞാൽ 16,384 നെറ്റ്വർക്കുകളാണ് ക്ലാസ് ബിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ എത്ര കമ്പ്യൂട്ടറുകളായിരിക്കും ഉണ്ടാവാം? ബാക്കി എത്ര ഉണ്ടാവുക? 14 കഴിച്ചിട്ട് 16 കഴിച്ചിട്ട് ബാക്കി 16 അല്ലേ. അതായത് ഈ 0 കണക്ക് കൂട്ടുന്നത് എന്താണ്? അതിനകത്ത് എത്ര ഹോസ്റ്റ് പാർട്ട് ഉണ്ടെന്നുള്ളത് അല്ലേ. 2 ഒബ്ജക്റ്റുകൾ ആണ് ഹോസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. അതായത് 8 16 ബിറ്റുകൾ. അപ്പോൾ 2⁻16 എത്രയാണെന്ന് നോക്കുക. അതിനകത്തുനിന്ന് 2 കുറച്ചാൽ ആണ് നമുക്ക് 65,534 കിട്ടുക. ഓക്കെ, അത്രയും കമ്പ്യൂട്ടറുകൾ ക്ലാസ് ബിയിലുള്ള നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 65,534 കമ്പ്യൂട്ടറുകൾ ക്ലാസ് ബിയിലെ നെറ്റ്വർക്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ഹോസ്റ്റ് അഡ്രസ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് ബി അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ആദ്യത്തെ 2 ഡിജിറ്റ് ഫിക്സഡ് ആണ്. ബാക്കിയുള്ള 14 ഡിജിറ്റ് അതാണ്. ആ 14 നിങ്ങൾക്ക് ഇവിടെ മുകൾ ഭാഗത്ത് കാണിക്കുന്നത് കേട്ടോ. നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുന്നത് അത് ഈ 14. ഓക്കെ, 2⁻14 എങ്ങനെ വന്നു എന്നുള്ള സംശയമുള്ളവർക്കാണ് ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചത്. ഓക്കെ, 2⁻14 വരാൻ കാരണം ഇതിനകത്ത് 2 ഒബ്ജക്റ്റുകളാണ് നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 2 എണ്ണം ഫിക്സഡ് ആണ്. അതിൻ്റെ വാല്യൂ 10 ആയിരിക്കും. അത് ഫിക്സഡ് ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ IP കോൺഫിഗർ ചെയ്യുമ്പോൾ ബാക്കി 14 ഡിജിറ്റുകളാണ് ക്ലാസ് ബിക്ക് വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റുക. അപ്പോൾ 2⁻14 എന്ന് പറയുമ്പോൾ 16,384 കമ്പ്യൂട്ടർ കിട്ടും. ബാക്കിയുള്ള ഹോസ്റ്റ്, ഈ H എന്ന് പറഞ്ഞു കൊടുത്തത് ഹോസ്റ്റ് ഐ ഡികളാണ്. ഓക്കെ, ഹോസ്റ്റ് ഡിജിറ്റ് ആണ് വരുന്നത്. 111 എന്ന് പറഞ്ഞിട്ട് ടോട്ടല് 16 ഹോസ്റ്റ് ബിറ്റുകളുണ്ട്. അപ്പോൾ 2⁻16 - 2 അത്രയും ഹോസ്റ്റ് അഡ്രസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതായത് 65,534 കമ്പ്യൂട്ടറുകളാണ് ക്ലാസ് ബിയിൽ കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ക്ലാസ് എയിൽ എത്രയായിരുന്നു? ക്ലാസ് എയിൽ നമുക്കറിയാം എന്താണ്, 7 ഡിജിറ്റാണ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 0 എന്നുള്ളത് ഫിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് 2⁻7 എന്ന് വന്നത്. 2⁻7 -2 എന്ന് പറയുന്നത് കാരണം ആദ്യത്തെ ഫസ്റ്റ് IP അഡ്രസ്സും ഇതിൻ്റെ ലാസ്റ്റ് IP അഡ്രസ്സും എന്താണ്, റിസർവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ -2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം ക്ലാസ് എയും ക്ലാസ് ബിയും. ഓക്കെ, ക്ലാസ് എയിലുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4 ഒബ്ജക്റ്റുകളുണ്ട് ഒരു IP അഡ്രസ്സിൽ അല്ലേ. 4 ബൈറ്റുകളുണ്ട് അല്ലെങ്കിൽ 4 ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ബൈറ്റ് അല്ല ഫസ്റ്റ് ബിറ്റ്. ഓക്കെ, ആ ഒരു ഡിജിറ്റ് 0 എന്നുള്ളത് ഫിക്സഡ് ആണ്. ദ ഫസ്റ്റ് ബിറ്റ് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് 0. അതാണ് ക്ലാസ് എയുടെ നെറ്റ്വർക്ക് ബിറ്റിൽ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, അതിന് മാക്സിമം
പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 0000 മുതൽ 011111 അത് 7 വണ്ണുകളും ഒരു സീറോയും വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ വരിക 1 മുതൽ 127 വരെയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു 102 എന്നുള്ള നമ്പർ 127നും 1നും ഇടയിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് ക്ലാസ് എ IP അഡ്രസ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ക്ലാസ് എയിൽ IP അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.x.x.x. അപ്പോൾ ഈ x എന്നുള്ളതിൻ്റെ വാല്യൂ 1 മുതൽ 255 വരെ ആവാം. ഓക്കെ, അതുപോലെ തന്നെ 126 വരെയാണ് പോസിബിൾ. കാരണം 127 എന്നുള്ളത് ക്ലാസ് എയിൽ പെടൂല. ഓക്കെ, 127 തുടങ്ങുന്ന IP എന്താണ്, ലൂപ്പ് ബാക്ക് അഡ്രസ്സായിട്ട് റിസർവ്ഡ് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 127. ഓക്കെ, അപ്പോൾ 126 വരെയാണ് ക്ലാസ് എയിൽ വരുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ റെഡ് കളറിൽ പ്രത്യേകമായിട്ട് കൊടുത്തത് കേട്ടോ. ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ് 127 തുടങ്ങുന്നത്. പിന്നെ ഓൾ നെറ്റ്വർക്ക് ID കനോട്ട് ബി ഓൾ സീറോസ്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ ഓഫ് നെറ്റ്വർക്ക് കണ്ടുപിടിച്ചത് ഈ ഒരു ഫോർമാറ്റ് നോക്കിയിട്ടാണ്. കാരണം അതിനകത്ത് ഈ ഒരു 7 എങ്ങനെയാണ് വന്നതെന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, 2⁻7 ഇതാണ് വരുന്നത്. ഇതിന് 7 ഡിജിറ്റാണ് നെറ്റ്വർക്ക് ഡിജിറ്റ് വരുന്നത്. കാരണം ഒരു ഡിജിറ്റ് 0 ഫിക്സഡ് ആണ്. 2⁻7 -2 വരാൻ കാരണം ആ 2 IP-കൾ പിന്നെ റിസർവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്പർ ഓഫ് ഹോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് എത്ര ബാക്കിയുണ്ട്? 8 കഴിച്ചിട്ട് 24 ബിറ്റുകൾ ഹോസ്റ്റിൻ്റെ ബിറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2⁻24 എന്ന് വന്നത്, -2. ഓക്കെ, അത്രയും ഹോസ്റ്റുകളാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് ബിയിൽ എന്താണ്, ആദ്യത്തെ 2 ബിറ്റുകൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ബിയിൽ മൊത്തം 2 ബൈറ്റുകൾ എന്താണ് നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മൊത്തം 16 ബൈറ്റുകളിൽ ആദ്യത്തെ 2 ഫിക്സഡ് ആണ്. ബാക്കി 14 ബൈറ്റുകൾ നെറ്റ്വർക്ക് ID ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2⁻14 എന്ന് മെൻഷൻ ചെയ്യുന്നത്, നെറ്റ്വർക്ക് ID കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ് 10 ആക്കി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 128 മുതൽ 191 വരെയാണ്. അപ്പോൾ ഏതൊരു IP അഡ്രസ്സും അതിൻ്റെ വാല്യൂ 128നും 191നും ഇടയ്ക്കിലാണെങ്കിൽ അത് ഒരു ക്ലാസ് ബി IP അഡ്രസ്സ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചും ഓർത്ത് വയ്ക്കുക. 128 191. അപ്പോൾ അതിൽ വരാൻ പറ്റുന്ന മാക്സിമം IP റേഞ്ചുകൾ 128.0.0.0 മുതൽ 191.255.255.255 വരെയാണ് അതിൽ വരാൻ പറ്റുന്ന IP അഡ്രസ്സുകൾ. അപ്പോൾ അതിൻ്റെ ഡീഫാൾട്ട് സബ്നെറ്റ് മാസ്ക് എന്താണ്, ആദ്യത്തെ 2 ഡിജിറ്റ് 255കളായിരിക്കും. അതായത് 111 ആയിരിക്കും ആദ്യത്തെ 8 നമ്പറുകൾ. പിന്നെ ലാസ്റ്റിലത്തെ 2 ഒബ്ജക്റ്റ് ഓൾ സീറോസ് ആയിരിക്കും. അതായത് 255.255.0.0. ഓക്കെ, അപ്പോൾ 2⁻14 വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം 16 ബൈറ്റുകളാണുള്ളത്. അതിൽ 2 ഫിക്സഡ് ആണ്, ചേഞ്ചബിൾ അല്ല. ക്ലാസ് ബിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈറ്റുകളുടെ എണ്ണം 14 അപ്പോൾ ആ 14ന്റെ പോസിബിൾ അതാണ് 14 ഡിജിറ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക IP അഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് 128 മുതൽ 191 വരെ നമ്മൾ
ചേഞ്ച് ചെയ്യുന്നത് ഓരോ വാല്യൂ മാറ്റുമ്പോൾ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് നെറ്റ്വർക്ക് അഡ്രസ്സ് വരുന്നത് 16,384. ഓക്കെ. അതുപോലെ തന്നെ ഹോസ്റ്റുകൾ പോസിബിൾ ആയിട്ടുള്ളത് 216. 16 എന്ന് പറയുന്നത് ഈ ഹോസ്റ്റ് പാർട്ടിലുള്ള ബിറ്റുകളുടെ എണ്ണമാണ്. 216 -2. ഓക്കെ, അത്രയാണ് ക്ലാസ് ബിയിലുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഒന്നുകൂടി നോക്കി വരിക. ക്ലാസ് ഐയും ക്ലാസ് ബി ഒന്ന് നോക്കി വരിക നാളത്തേക്ക്.